അല്ല, അത് അദ്ദേഹം തിരുത്തിയല്ലോ. അത് അറിയാതെ പറഞ്ഞു പോയതായിരിക്കും. അബദ്ധങ്ങളങ്ങനെ വായന്ന് വീഴുമല്ലോ പലർക്കും. ഇപ്പം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു ഇത് വെറും ഗൂഢാലോചന, വെറും ഭാവനയാണെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? പിന്നെ മൂപ്പരണ്ട് തിരുത്തി, അത്രേ ഉള്ളൂ. അത് അല്ലാതെ അതിന്റെ ഇപ്പം കോൺഗ്രസ് നേതൃത്വം മാറ്റി പറഞ്ഞല്ലോ. വി ഡി സതീശനടക്കം പറഞ്ഞല്ലോ അയാൾക്ക് തെറ്റുപറ്റിയതാണ്, അങ്ങനെയല്ല. അല്ല, ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനം. ഇപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്റെ സംഘടനയുടെ തീരുമാനം എന്താണെന്ന് പിന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ചോദിക്കണം. എനിക്ക് മുഖത്തോക്കി പറയാൻ ഇഷ്ടം. ദിലീപേ, അമ്മ സംഘടന തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള ആ രീതിയിലൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, കോടതി വെറുതെ വിട്ടതുകൊണ്ട്. അല്ല, അമ്മ സംഘടനയിൽ അദ്ദേഹം തിരിച്ചു വരണമെന്നുള്ളത് അമ്മ സംഘടന തീരുമാനിച്ചിട്ടില്ല. അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല. മാത്രമല്ല, അത് അദ്ദേഹം ആലോചിക്കേണ്ടതാണല്ലോ, വരണോ വേണ്ടെന്നുള്ളത്. പിന്നെ അങ്ങനെയാണ്, അത് രാജിവെച്ച് പോയതല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മെമ്പർഷിപ്പിനെ അപേക്ഷിക്കണം. അങ്ങനെ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അല്ലാതെ അയാൾ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് ഒരു തീരുമാനം എന്താ പറയുക കുറച്ച് ആൾക്കാർക്ക് പറ്റില്ല. സംഘടനയിൽ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കുകയും ജനറൽ ബോഡി ഇവരൊക്കെ വേണം. കുറച്ച് പണിയുണ്ട്. മറ്റ് അസോസിയേഷൻ പോലെയല്ല അമ്മ. മറ്റ് അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് ട്രേഡ് യൂണിയൻ സെറ്റപ്പുള്ള അസോസിയേഷനാണ്, അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അസോസിയേഷൻസാണ്. അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അത് അതിൽ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റതൊക്കെ പവറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് എന്ത് പവറാണുള്ളത്? അമ്മയിലത്തെ ഏതെങ്കിലും ഒരു നടനെ പുറത്താക്കിയ ബാക്കി അംഗങ്ങൾ പണി കൊടുക്കുമോ? അസംഭാവ്യമാണ്. നമുക്ക് അങ്ങനെ ഒരു ബാർഗൈനിങ് പവറുള്ള ഒരു സംഘടനയല്ല അമ്മ. പക്ഷെ താരപ്പൊലിമയുള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ മീഡിയയുടെയും ശ്രദ്ധ അതിലായിരിക്കും. അതത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റേതിനൊക്കെ ബാർഗൈനിങ് പവറുണ്ട്. ഇപ്പോൾ ഫെഫ്കയിലെ അംഗങ്ങൾ പണി മുടക്കുന്നു, അല്ലെങ്കിൽ അവർ വേതന വർദ്ധവിന് അവകാശപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സാങ്കത്യമുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പണമുള്ളവരുടെ സംഘടനയാണ്. അവർ പടം എടുക്കേണ്ടതെന്ന് വെച്ചാൽ പടമില്ല. നടന്മാർക്ക് അങ്ങനെ ഒരു എന്താ പറയുക ബാർഗൈനിങ് പവറുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല അത്. പ്രതീക്ഷിതമായിരുന്നോ ഈ വിധി? ഏത് വിധി? ഇത്തരത്തിലൊരു വിധി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നും അല്ല കൃത്യമാണ് വിധി തിരുവനന്തപുരത്തും കോഴിക്കോടൊക്കെ കൂട്ടായ്മ നടന്നിരുന്നു അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടി. അല്ല, ഞാൻ എന്റെ നിലപാട് 2017 തന്നെ പറഞ്ഞത് പത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഞാൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിരാശയുണ്ടോ എന്ന് ചോദിച്ചാൽ, നിരാശ ഇത് കോടതി വിധിയാണല്ലോ. കോടതി വിധിയിൽ പലപ്പോഴും പല വിധികളിലും നമുക്ക് നിരാശയുണ്ടാവും, നമുക്ക് സന്തോഷമുണ്ടാവും. കാരണം ഇതൊരു എന്താ പറയാ, ഇപ്പോഴും വിധിയുടെ പൂർണ്ണ എന്താ പറയാ വിധിപ്പകർപ്പ് അല്ലേ, അത് പുറത്തു വന്നിട്ടില്ല. അത് 12-ാം തീയതി വരുള്ളൂ. അത് വരുന്നത് വരെ നമ്മൾ ഈ കോടതി വിധി അംഗീകരിച്ചേ പറ്റൂ. എന്റേതായ മനസ്സിലെ സങ്കല്പത്തിലുള്ള കോടതി ഇതൊന്നുമല്ല, അത് പോട്ടെ. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ പൗരനുള്ളിലേക്ക് ഇങ്ങനൊരു കോടതി വിധി വന്നു. അപ്പോൾ വിധിയെ നമ്മൾ അംഗീകരിക്കുന്നു. ഇനിയിപ്പോൾ അപ്പീൽ പോകാൻ അവർക്ക് സമയമുണ്ട്. പിന്നെ ഇനിയും കോടതികളുണ്ട്, ഹൈക്കോടതിയുണ്ട്, ഡിവിഷൻ ബെഞ്ചുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അല്ല, അതവർക്ക് അവകാശപ്പെട്ടതല്ലേ, അർഹതപ്പെട്ടതല്ലേ. ആർക്കും അങ്ങനെ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകാലോ. സർക്കാർ അപ്പീൽ പോകേണ്ടതാണോ? എനിക്കങ്ങനെ വിമർശനമൊന്നുമില്ല. ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപ് പറയുന്നു. അത് പോലീസ് ക്രിമിനൽ സംഘമായി പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നു. എന്താണ് ശരിക്കും അതിനെക്കുറിച്ച് തോന്നുന്നത്? ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിലീപ് അയാളെ 85 ദിവസം ജയിലിലിട്ടതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു നടപടിക്കെതിരെ കേസിന് പോകേണ്ടതാണ്. അല്ല, അങ്ങനെ പോകണമെന്നേ പറഞ്ഞു. പോയിട്ട് വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിന് അംഗീകരിക്കുന്ന വരിയാവില്ലേ? ഇത് പകൽ പോലെ വ്യക്തമായ കുറെ കാര്യങ്ങളുണ്ടല്ലോ. നേരിട്ട് പല ഈ നടിയുടെ അനുഭവങ്ങൾ പലരും കേട്ടവരുണ്ട്, സിനിമാ മേഖലയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവരൊക്കെ അങ്ങനെയൊക്കെ കേട്ട് അനുഭവിച്ച ആളെന്നുള്ളവർക്ക് ഇതൊരു വിധിയെ ഒരു ആ രീതിയിൽ നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതാണോ? വ്യക്തിപരമായി താങ്കൾക്ക് നിരാശയാണോ അതോ? അല്ല, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. അത് ഇത് ഒരു വ്യക്തിയോടല്ലേ ഞാൻ പറയുന്നത്, മൊത്തം ലോകത്തിനോടല്ലേ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ അടുപ്പമുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിരാശയാണോ ആശയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അതിജീവിതയ്ക്കൊപ്പം. അങ്ങനത്തെ ഒരു ക്ലീഷേ ഡയലോഗ് ഞാൻ നിൽക്കുന്നില്ല, മനസ്സിലായില്ലേ? അങ്ങനെ പറയുന്നവർ തന്നെ ഉള്ള ആൾക്കാരുടെ നിലപാട് നിങ്ങൾക്കൊക്കെ അറിയില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല.
ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഏശില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ യു ഡി എഫ് നേതാക്കൾ ഏശും അത് സജീവ ചർച്ചയായി പറയുന്നു. അങ്ങനെ ജോയേട്ടൻ തോന്നുന്നുണ്ടോ?